എഗെയിൻ വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ 8th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. റോങ് ടേൺ, ഐ സ്പ്ലിറ്റ് ഓൺ യുവർ ഗ്രേ, ഫണ്ണി ഗെയിംസ്, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതായത് ഈ സിനിമകളുടെ എല്ലാം പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസിന് കുറേ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവൈവൽ മോഡിലുള്ള സിനിമകളാണ്. എന്നാൽ ഇതൊരു സർവൈവൽ സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ല, ഹൊറർ ത്രില്ലർ എന്ന് പറഞ്ഞ ജോണറിലാണ് ഈ സിനിമകളെല്ലാം വരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ഏഡൻ ലേക്ക്. ജെയിംസ് വാറ്റ്കിൻസ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് ഏഡൻ ലേക്ക് എന്ന് പറഞ്ഞ സിനിമ. സമാനമായ രീതിയിലുള്ള ജോണറിൽ പെടുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സിനിമകൾ എൻജോയ് ചെയ്യാറുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയാണ് ഏഡൻ ലേക്ക് എന്ന് പറയുന്നത്. സിനിമയുടെ കഥാപരിസരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നായകനും നായികയും കമിതാക്കളാണ്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാണ്. അങ്ങനെ ഒരു വെക്കേഷൻ വരുന്നു. ആ വെക്കേഷൻ ആസ്വദിക്കാനായിട്ട് നമ്മുടെ നായികയെ ഈഡൻ ലേക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിന് നടുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിനോട് ചേർന്നിട്ടൊരു തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൈവസി അവിടെ കിട്ടും. നമ്മളെ അങ്ങനെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ക്യാമറാമാനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള ഷോട്ട്സ് ആയിരുന്നു അങ്ങോട്ട്. ആ ഒരു ഈഡൻ ലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് സിനിമ കാണിച്ചിരുന്നുണ്ട്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി അവിടെ ചെല്ലുന്നു. അവരവിടെ സ്വകാര്യ നിമിഷം അവിടെ എൻജോയ് ചെയ്യുന്നു. അവരെ അങ്ങനെ അവിടെ ശല്യപ്പെടുത്താനായിട്ട് ആരുമില്ല. അങ്ങനെ അവരവിടെ സ്വകാര്യ നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഒരു രാത്രി അവിടെ അവർ കഴിയുന്നുണ്ട്. അവരെ ശല്യം ചെയ്യാൻ അവിടെ ആരുമില്ല. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ തന്നെ അവിടെ കുറച്ച് കുട്ടികളുടെ പ്രസൻസ് നമ്മളെ സിനിമ കാണിച്ച് പോകുന്നുണ്ട്. അതായത് ഒളിച്ചു വെക്കുന്നില്ല സിനിമ. അത് കുറച്ച് കുട്ടികളുണ്ട്. ഒരു 18 വയസ്സിന് താഴെയുള്ള ടീനേജ് പിള്ളേർ അവരുടെ പ്രസൻസ് നമുക്ക് സിനിമയിൽ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്കിങ്ങനെ തോന്നും. സ്വാഭാവികമായിട്ട് ഇതൊരു വയലൻസ് ബേസ്ഡ് സിനിമയാകുമ്പോൾ കുറച്ചും കൂടി വലിയ വില്ലന്മാരെയൊക്കെയല്ലേ കാണിക്കേണ്ടത്. കൊച്ചു പിള്ളേരെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ പിള്ളേരുടെ പ്രസൻസ് നമ്മുടെ നായകനും നായികയും ബുദ്ധിമുട്ടാവുന്നു. അതായത് നമ്മുടെ നായികയെ അവർ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വെർബലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നായകനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നു ഈ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ടീനേജ് പിള്ളേരാണ്. പക്ഷേ കയ്യിലിരിപ്പ് ടീനേജ് പിള്ളേരുടെ ഒന്നും അല്ലാതെ അത് എങ്ങനെയാണ്, എന്താണ് അവർ ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കണം. കൂട്ടത്തിലൊരു പെൺകുട്ടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഈ പറയപ്പെടുന്ന നായികയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവർ ലോക്കൽസാണ്. അതായത് കുട്ടികൾ അവിടുത്തെ ലോക്കൽസാണ്, അവിടുത്തെ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരെന്ന് പറയുന്നത് ടൂറിസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഇവർ ആദ്യമേ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ഇവർ കരുതിയത്. പക്ഷേ പോകെ അതൊരു വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയും ഗത്യന്തരമില്ലാതെ നമ്മുടെ നായകനൊരു ചെയ്തി അവിടെ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. തുടർന്ന് ആ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ നായികയും ഹണ്ട് ചെയ്യുന്ന ഈ പറയപ്പെടുന്ന ടീനേജ് പിള്ളേരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടീനേജ് പിള്ളേരാണ്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടു നോക്കുക. ആ തെറ്റിദ്ധാരണയെല്ലാം നമുക്ക് മാറ്റി തരുന്നുണ്ട്. ആ രീതിയിലുള്ള പരിപാടിയാണ്. കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട്, അതായത് ഇവരുടെ ലീഡർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ജാക്കോ കോണൽ എന്ന് പറഞ്ഞൊരു നടനാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് എന്ന് വെച്ചാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം അയാളോട് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊരു ഇറിറ്റേഷൻ തോന്നും. നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കണമെന്നൊക്കെ തോന്നുന്നില്ലേ ചില ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ? അതേ രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ആ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളെയും പ്രൊവോക്ക് ചെയ്ത് ഇവരെ ടോർച്ചർ ചെയ്യിപ്പിക്കുന്ന എല്ലാം ഈ പയ്യനാണ്. ഒരു കഥാപാത്രം അടിപൊളിയായിട്ടാണ് ആ ഒരു ആക്ടർ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ്റേത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കഥാതന്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കഥാപരിസരം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു സർവൈവൽ, ആ കാടിനകത്തുനിന്ന് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന നായികയുടെ കഥയാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം എൻഗേജിങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം എൻഗേജിങ് ആയിട്ട് തന്നെയാണ് സംവിധായകൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. സിനിമയിലെ മ്യൂസിക്കും എഡിറ്റിങ്ങും അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു കാടിൻ്റെ വന്യതയും ആ കാട്ടിലുണ്ടാകുന്ന ശബ്ദവും സൈലൻസും എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് ഡിസൈനിലൂടെ കിട്ടുന്നുണ്ട്. എഡിറ്റിങ്ങും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് സിനിമ പോകുന്നത്. ഒരിക്കലും ഒരു സ്ലോ പേസിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പതുക്കെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല. 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ സിനിമ. അപ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കെല്ലി റെയ്ലി എന്ന് പറഞ്ഞ നടിയാണ് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്. അവരുടെ ആക്ടിങ്ങിനെ കുറിച്ചാണ്
പറയേണ്ടത്. ഈ ഒരു നായക നടനെക്കാട്ടി ഉപരിയായിട്ട് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് നായികയാണ്. കാരണം ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, അവരുടെ കാലിലേക്ക് ഒരു വലിയൊരു ആണി പൊത്ത് കയറുന്നൊരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസിൽ സത്യത്തിൽ എൻ്റെ കാലിൽ ഏതാണ്ട് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ രീതിയിലുള്ള എക്സ്പ്രഷനും ആ ഒരു പെയിനൊക്കെ അവർ കാണിക്കുന്നത് നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളിലുള്ള ഹണ്ടിങ്ങും അവരിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന നായകനും നായികയും, പിന്നെ ഇവർക്ക് എന്ത് സംഭവിക്കും, ഇവരെ കൈ കിട്ടിയ ഇവരെന്തൊക്കെ ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം സിനിമ തരുന്നുണ്ട്. ക്ലൈമാക്സ് എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ടിപ്പിക്കലി ഇങ്ങനെയുള്ള സിനിമകൾ കഥ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ലൈമാക്സ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യും, ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും സിനിമ തീരാൻ പോകുന്നതെന്നുള്ളൊരു മുൻവിധിയോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ എൻ്റെ മുൻവിധി കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി. സിനിമ കണ്ടു കഴിഞ്ഞ് 2 മിനിറ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനല്ലല്ലോ സിനിമ തീരേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ജോണറിലുള്ള സിനിമകൾ തീരേണ്ടത് ഇങ്ങനല്ല. പക്ഷേ ഈ സിനിമ അങ്ങനെയാണ് തീർന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോങ് ടേണും അല്ലെങ്കിൽ ഐ സ്പ്ലിറ്റ് ഓൺ യുവർ ഗ്രേവും ഹഷും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്, ദി സ്ട്രേഞ്ചേഴ്സ്, ഫണ്ണി ഗെയിംസ്, ഇങ്ങനത്തുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. എന്നാൽ സോ സീരീസ് പോലെയുള്ള വയലൻസോ പരിപാടികളോ ഒന്നും തന്നെ സിനിമയിലില്ല. വയലൻസിന് കുറച്ച് പ്രാധാന്യമുള്ള ഒരു ടിപ്പിക്കൽ സർവൈവൽ സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ക്ലൈമാക്സ് കുറച്ച് പുതുമയുള്ളതായിട്ടും വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. എന്തൊക്കെയാലും ഒരു ത്രില്ലർ സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാനുള്ള വകുപ്പെല്ലാം ഉള്ള ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് ഈഡനിലേക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സിനിമയിൽ കുറേ ക്ലോസപ്പ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ ഒരു ഇൻറ്റൻസിറ്റി, അല്ല ആ ഒരു പെർഫോമൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളെ കാണിക്കാനായിട്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ പേടി, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന തീവ്രത എത്രത്തോളമാണ് എന്നൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്ലോസപ്പ് ഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മികച്ച ത്രില്ലറായിട്ടാണ് ഈഡനിലേക്ക് എന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുള്ളത്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സമയം നഷ്ടമായി എന്ന് തോന്നാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് മീ രോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ബൈ.